ത്രസിപ്പിക്കുന്ന ഒരു സിനിമാ കഥ പോലെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു കഥയാണ് കാരണവർ വധക്കേസ്. ഒരു എഴുത്തുകാരന്റെ ഭാവനയിൽ വിരിഞ്ഞ പോലെ ഒരു കഥ, അത്യന്തം നാടകീയമായ ഒരു കഥ, ഒരു ക്രൈം ത്രില്ലർ കണ്ടിരിക്കുന്ന അത്രയും ഉത്കണ്ഠയോടെ അല്ലെങ്കിൽ ഉദ്വേഗത്തോടെ നമുക്ക് കേട്ടിരിക്കാവുന്ന ഒരു കഥയാണ് കാരണവർ വധക്കേസ് കഥ. അത് ഷെറിന്റെ കൂടി കഥയാണ്. കൊല്ലപ്പെട്ട കാരണവരുടെ മാത്രമല്ല, ഷെറിൻ എന്ന സുന്ദരിയായ മിടുക്കിയായ പെൺകുട്ടിയുടെ കൂടി കഥയാണ്. കേരളത്തിലെ ചെങ്ങന്നൂരിനടുത്തുള്ള ചെറിയനാട് എന്ന ഗ്രാമത്തിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപേ അമേരിക്കയിലേക്ക് പുറപ്പെട്ടു പോകുന്ന ഒരു കുടുംബം. കുടുംബനാഥൻ ഭാസ്കരക്കാരനവർ, ഭാര്യ ശാന്ത എന്ന അന്നമ്മ. ഭാസ്കരക്കാരനവർക്ക് അവിടെ സ്റ്റോർ കീപ്പറായിട്ടായിരുന്നു ജോലി. ഭാര്യ അന്നമ്മ നഴ്സായിരുന്നു. അവർക്ക് 3 മക്കളായിരുന്നു. മൂത്ത മകൾ ബെറ്റ്സി പീറ്റർ കാരണവർ, രണ്ടാമത്തേത് മകൻ ബിജു പീറ്റർ കാരണവർ, മൂന്നാമത്തെ മകൻ ബിനു പീറ്റർ കാരണവർ. ജന്മന ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ബിനു പീറ്റർ കാരണവർക്ക് ഒരു വിവാഹാലോചന നടത്തുകയാണ് ഭാസ്കരക്കാരനവർ. വർഷങ്ങളായി അമേരിക്കയിൽ ജോലി ചെയ്തിരുന്ന ദമ്പതികൾ എന്ന നിലയിൽ കാരണവരുടെ കുടുംബം ഒരു സമ്പന്ന കുടുംബമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭാസ്കരക്കാരനവർ ഇളയ മകനു വേണ്ടി വിവാഹം ആലോചിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലൊരു സമ്പന്ന കുടുംബം എന്ന പരിഗണനയൊന്നും നൽകിയില്ല. മറിച്ച് മകന്റെ പരിമിതികൾ അറിഞ്ഞുകൊണ്ട് മകനെ സഹായിക്കുന്ന, ജീവിതത്തിൽ മകനോടൊപ്പം ജീവിക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയാണ് കാരണവർ അന്വേഷിച്ചത്. അങ്ങനെയാണ് പത്തനാപുരം സ്വദേശിനിയായ ഷെറിനിലേക്ക് എത്തുന്നത്. ഭാസ്കരക്കാരനവരുടെ ഇളയ മകൻ ബിനു പീറ്റർ കാരണവർക്ക് അങ്ങനെ ഷെറിൻ വധുവായി എത്തുന്നു. ഈ വിവാഹ സമയത്ത് 2 പ്രധാനപ്പെട്ട ഉപാധികൾ ഭാസ്കരക്കാരനവർ അംഗീകരിക്കുന്നുണ്ട്. അതൊന്ന്, ഈ വിവാഹശേഷം ഷെറിനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകും. 1. 2, തന്റെ ഭീമമായ സ്വത്തുക്കളിൽ ഒരു നല്ല ഭാഗം അത് ഷെറിനും കൂടി ആ സ്വത്തുക്കൾക്ക് അവകാശപ്പെട്ടതായിരിക്കും. ഇന്നീ 2 കാര്യങ്ങൾ. ആദ്യത്തെ കാര്യം ആദ്യ വർഷത്തിൽ തന്നെ കാരണവർ നടപ്പാക്കുന്നു. ഷെറിനെയും തന്റെ ഇളയ മകനെയും കൂടി അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ സ്വാഭാവികമായും ആ കുടുംബത്തോടൊപ്പം തന്നെ ഷെറിനും ഭർത്താവും ഭാസ്കരക്കാരനവർക്കും അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കുമൊപ്പമാണ് ജീവിച്ചിരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ വരുന്ന ഒരു കഥ, അതിനെന്തെങ്കിലും സ്ഥിരീകരണമില്ല എങ്കിൽ പോലും, ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ട് ഒരു ജോലി സ്ഥലത്തേക്ക് ഷെറിൻ പ്രവേശിക്കുന്നു. താൽക്കാലികമായ ഒരു ജോലിക്ക് പ്രവേശിക്കുന്നു. അവിടെ വെച്ചൊരു മോഷണ കേസിൽ പിടിക്കപ്പെടുന്നു. അപ്പൊ അതുമായി ഒക്കെ ബന്ധപ്പെട്ടുണ്ടാകുന്ന അസ്വാരസ്യങ്ങളെ തുടർന്ന് ഭാസ്കരക്കാരനവർ മകനെയും ഭാര്യയെയും നാട്ടിലേക്ക് അയക്കുന്നു. ആ സമയത്ത് അവർക്കൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. നമ്മൾ കേൾക്കുന്ന വാർത്തകൾ പ്രകാരമാണെങ്കിൽ ഈ കുഞ്ഞിന്റെ പിതൃത്വത്തെ ചൊല്ലിപ്പോലും സംശയങ്ങൾ ആ കുടുംബത്തിനുണ്ടായിരുന്നു. പിന്നീട് DNA പരിശോധനയൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ ഭാസ്കരക്കാരനവരുടെ ഇളയ മകൻ ബിനു പീറ്ററും ഷെറിനും നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. കാരണവേഴ്സ് വില്ല എന്ന അത്യാഡംബര ഭവനത്തിലേക്ക്, ചെറിയനാട് എന്ന ഗ്രാമത്തിലുള്ള ആ വീട്ടിലേക്ക് വരികയാണ്. നമുക്കറിയാമല്ലോ, ഈ വിവാഹം കഴിയുന്ന സമയത്ത് തന്നെ സ്വാഭാവികമായും അത്യാവശ്യം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള, മാനസിക ശാരീരിക വെല്ലുവിളിയൊക്കെ നേരിടുന്ന ഒരു ചെറുപ്പക്കാരന്, സുന്ദരിയായ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് കിട്ടുമ്പോൾ പ്രദേശത്തുള്ള ചെറുപ്പക്കാരൊക്കെ സ്വാഭാവികമായും ആ വീട്ടിലേക്ക് കുറച്ച് ജാഗ്രതയോടെയൊക്കെ ആ ഒരു വീടിനോടൊരു ജാഗ്രത പുലർത്തുമെന്നൊക്കെ. അപ്പൊ അതിലേക്കൊക്കെ വളരെ സിനിമാറ്റിക് ആയ കുറേയധികം മുഹൂർത്തങ്ങൾ പിന്നീട് ഉണ്ടാവുകയാണ്. അപ്പോൾ ഭാസ്കരക്കാരനവർ വീട്ടിലില്ല, അല്ലെങ്കിൽ അദ്ദേഹം അമേരിക്കയിലാണ്. ഈ ബിനു പീറ്റർ എന്ന് പറയുന്ന മനുഷ്യനെ പൂർണ്ണമായിട്ടും ഷെറിൻ ഒരു വീടിന്റെ മുകളിലത്തെ നിലയിലേക്ക് ഒതുക്കുകയാണ്. അതിനുശേഷം ഷെറിൻ തന്റെ ജീവിതം അതിന്റെ അങ്ങേയറ്റം വരെ എൻജോയ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ അങ്ങ് ആഹ്ലാദത്തിന്റെ പരകോടിയിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടികളുമായി ഷെറിൻ അങ്ങ് ഇറങ്ങിത്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇങ്ങനെ ഒരു സമ്പന്ന ഗൃഹത്തിലേക്ക് അവിടുത്തെ ഈ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ ഒരു യുവാവിനെ വിവാഹം കഴിക്കുമ്പോൾ തന്നെ ഷെറിൻ എന്ന പെൺകുട്ടിയുടെ മനസ്സിൽ ഒരു വിനോദയാത്രയ്ക്ക് പുറപ്പെടുന്ന ഒരു മാനസികാവസ്ഥയായിരുന്നിരിക്കണം. ജീവിതത്തിന്റെ ഒരു അവസരം എന്ന നിലയിൽ ഒരു ടൂർ പോകുന്നത് പോലെ ആയിരിക്കണം ഷെറിൻ വന്നിട്ടുണ്ടാവുക. ഏതായാലും ആ ദിവസങ്ങൾ, അതിനുശേഷമുള്ള നാട്ടിലേക്ക് തിരിച്ചു വന്ന ശേഷമുള്ള ദിവസങ്ങൾ ഷെറിൻ തീർത്തും ആഘോഷിക്കുകയാണ്. അക്കാലത്താണ് ഈ സൗഹൃദങ്ങൾക്ക് അനന്തമായ സാധ്യതകൾ തുറന്നിട്ട ഓർക്കുട്ട് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടാകുന്നത്. ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി പുതിയ സുഹൃത്തുക്കളെ ഷെറിൻ കണ്ടെത്തുന്നു. ആ സുഹൃത്തുക്കളൊക്കെ കാരണവേഴ്സ് വില്ലയിലേക്ക് ഇങ്ങനെ വന്നു പോകുന്നു. രാത്രി വൈകിയും അവിടെ മദ്യപാനവും അങ്ങനെ ലഹരി ഉപയോഗവും ഒക്കെ തുടരുന്നു. പല ബന്ധങ്ങൾ, തന്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടാതെ പോയതൊക്കെയും എത്തിപ്പിടിക്കാനുള്ള, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇതിന്റെ പരമാവധിയിൽ ആഘോഷിക്കാനുള്ള
ഷെറിന്റെ ശ്രമങ്ങളും ആ യാത്രകളും ഒക്കെ അങ്ങനെ തുടരുകയാണ്. അതിനിടയിലേക്ക് വന്നു കയറുന്ന കഥാപാത്രമാണ് ഈ ബാസിത് അലി. ബാസിത് അലി എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു മിനി ഡോൺ സെറ്റപ്പ് ഉള്ള ഒരു കഥാപാത്രമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബാസിത് അലിക്ക് ഈ നോട്ട് ഇരട്ടിപ്പിക്കൽ, കള്ളപ്പണം വെളുപ്പിക്കൽ മുതലായ നമ്പർ 2 ബിസിനസ്സുകളാണ് ബാസിത് അലി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ബാസിത് അലി ഒരു നിത്യ സന്ദർശകനാകുന്നു ഈ വീട്ടിൽ. അതിനിടെ മറ്റ് 2 സുഹൃത്തുക്കൾ കൂടി ഇതിനിടയിലേക്ക് ഇടയ്ക്കിടെ ഇവിടെ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. 2007 ആകുമ്പോഴേക്കും കഥയിൽ ഒരു ട്വിസ്റ്റ് വരികയാണ്. അതായത് കാരണവരുടെ ഭാര്യ അന്നമ്മ അമേരിക്കയിൽ വെച്ച് തന്നെ മരണപ്പെടുന്നു. അപ്പൊ അതിനുശേഷം അദ്ദേഹം അമേരിക്കയിൽ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക്, അദ്ദേഹത്തിന്റെ മകളും മകനും ഒക്കെ, മൂത്ത മകനും ഒക്കെ അവിടെ തന്നെ ഉണ്ടെങ്കിലും അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വന്ന് നാട്ടിൽ ശിഷ്ടകാലം ജീവിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ കാരണവർ 2007 നാട്ടിലേക്ക് മടങ്ങി വരികയാണ്. നാട്ടിലെത്തുന്ന ഭാസ്കര കാരണവർ ആദ്യ ദിവസങ്ങളിൽ തന്നെ തിരിച്ചറിയുന്ന ഒരു സത്യം, ഇവിടെ തന്റെ വീട്ടിൽ വല്ലാത്ത അരാജകത്വം അഴിഞ്ഞാടുകയാണ് എന്നാണ്. കാരണവരുടെ സാന്നിധ്യത്തിൽ, കാരണവർ ഉള്ളപ്പോൾ തന്നെ ഈ വീട്ടിലേക്ക് പലരും വന്നു പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് കാരണവർക്ക് ഏതാണ്ട് 64-65 അടുത്ത പ്രായമാണ്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണവർ അദ്ദേഹത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത് താൻ ആർക്കു വേണ്ടിയാണോ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിവാഹം നടത്തി കൊടുത്തത്, ആ തന്റെ മകൻ വല്ലാതെ ചതിക്കപ്പെടുന്നു, വഞ്ചിക്കപ്പെടുന്നു. ആ വീട്ടിൽ പ്രത്യേകിച്ച് വോയിസ് ഒന്നും ഇല്ലാതെ ഒതുങ്ങിയ ഒരു മുറിയിൽ ഇങ്ങനെ കഴിച്ചുകൂട്ടുന്നു. മരുമകളായ ഷെറിൻ എല്ലാവിധമായ ജീവിത സൗഭാഗ്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിതം ധൂർത്തടിക്കുന്നു. ധനം ധൂർത്തടിക്കുന്നതിനപ്പുറത്ത് ജീവിതം തന്നെ ധൂർത്തടിക്കുന്ന ഒരു കാഴ്ചയാണ് ഭാസ്കരക്കാരനവർ കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഷെറിനുമായി വാക്ക് തർക്കമുണ്ടാകുന്നു. ഒരിക്കൽ ഷെറിൻ ഭാസ്കരക്കാരനവരുടെ ചെകിട്ടത്തടിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ആ സമയത്ത് തന്നെ ഭാസ്കരക്കാരനവർ ഭയപ്പെടുന്നുണ്ട്, ഒരുപക്ഷെ തന്റെ ജീവൻ അപകടത്തിലാണോ എന്ന്. അങ്ങനെ അദ്ദേഹം തന്റെ സഹോദരിയായ രാധാമണിയോട് ഇക്കാര്യം പറയുന്നുണ്ട്, ഇവിടെ എന്നെ കൊന്നുകളയുമോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്ന്. അതിനുശേഷം ഈ ആദ്യഘട്ടത്തിൽ, ഈ വിവാഹത്തിന് മുൻപ് തന്നെ ഷെറിന് ഈ വസ്തുവകകളിൽ ഒരു അവകാശം നൽകുമെന്ന് പറഞ്ഞ കാരണവർ ആദ്യം ഇതുമായി ബന്ധപ്പെട്ട ഒരു വിൽപത്രം അല്ലെങ്കിൽ ഒരു ആധാരമൊക്കെ തയ്യാറാക്കിയിരുന്നതിൽ അദ്ദേഹത്തിന്റെ വസ്തുവകകളിൽ നല്ലൊരു ശതമാനം അവകാശം ഷെറിനുണ്ടായിരുന്നു. പക്ഷെ ഷെറിന്റെ ഈ വഴിവിട്ട ജീവിതം എന്ന് ഭാസ്കരക്കാരനവർ കരുതിയ ആ ജീവിതം കൊണ്ടും ധൂർത്തുകൊണ്ടുമൊക്കെ തന്റെ സമ്പത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പാഴായി പോവുകയുള്ളൂ എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. അദ്ദേഹം ആ ആധാരം റദ്ദാക്കിക്കൊണ്ട് പുതിയ ഒരു ആധാരം ഉണ്ടാക്കുകയാണ്. ആ ആധാരപ്രകാരം ഷെറിന് ഒരു അവകാശവുമില്ല. അതുപോലെ തന്നെ അദ്ദേഹം ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് പണം ഒരു 14-15 ലക്ഷം രൂപയോളം ഉണ്ടായിരുന്നു. ആ പണത്തിലും ഷെറിന് യാതൊരു അവകാശവുമില്ല എന്ന നിലയിൽ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതി വച്ചു. തുടർന്നാണ് ഇക്കാര്യങ്ങൾ ഷെറിൻ അറിയുന്നതോടെയാണ് ഷെറിൻ വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലേക്ക് പോകുന്നു. മറ്റൊരു വഴിയുമില്ല. സ്വത്ത് തട്ടിയെടുക്കാൻ, തനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ, തന്റെ ശിഷ്ടകാലം സമ്പന്നമാക്കാൻ മറ്റൊരു വഴിയുമില്ല എന്ന് കാണുന്ന ഷെറിൻ ഭാസ്കരക്കാരനവരെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുന്നു. അതിന് ഈ ബാസിത് അലിയുടെയും മറ്റ് 2 സുഹൃത്തുക്കളുടെയും സഹായം അവർ തേടുകയാണ്. 2009 നവംബർ മാസത്തിൽ തന്നെ ഒരു ദിവസം ഇവർ ഭാസ്കരക്കാരനവരെ കൊലപ്പെടുത്താനായി ഈ സംഘം ചെറിയനാട് ഇദ്ദേഹത്തിന്റെ കാരണവേഴ്സ് വില്ലേക്ക് പുറത്തെത്തുന്നുണ്ട്. പക്ഷേ അവിടെ കുറച്ച് ചെറുപ്പക്കാരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ആ പദ്ധതി അന്ന് ഉപേക്ഷിക്കുകയും പിന്നീട് നവംബർ 8-ാം തീയതിയിലേക്ക് മാറ്റുകയുമാണ്. അങ്ങനെയാണ് നവംബർ 8-ാം തീയതി 3 പേരും കൂടി ഒരു കാറിൽ സമീപ പ്രദേശത്ത് വന്നെത്തുകയും രാത്രി 11:30 ബാസിത് അലി ഷെറിന്റെ വീട്ടിലേക്ക്, കാരണവേഴ്സ് വില്ലയിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ അവർ തമ്മിലുള്ള ചർച്ചകൾ നടക്കുന്നു, കൊലപാതകം ആസൂത്രണം ചെയ്യുന്നു. പിന്നീട് മറ്റു 2 പേരെയും കൂടി വിളിച്ചു വരുത്തുന്നു. അർദ്ധരാത്രിയോടെ ഉറങ്ങിക്കിടന്ന ഭാസ്കരക്കാരനവരെ കഴുത്ത് ഞെരിച്ച് ഈ 3 പേരും കൂടി ബലം പ്രയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണ്. അതിനുശേഷം അതൊരു മോഷണ ശ്രമത്തിന്റെ ഭാഗമായി നടന്ന കൊലപാതകമാണെന്ന് വരുത്തി തീർക്കാൻ കുറച്ച് മുളക് പൊടിയൊക്കെ എടുത്ത്, അടുക്കളയിൽ നിന്നെടുത്ത് കുറച്ച് മുളക് പൊടിയൊക്കെ വിതറുന്നുണ്ട്. അതിനുശേഷം ഈ ബാസിത് അലിയും മറ്റ് 2 സുഹൃത്തുക്കളും കൂടി അവിടെ നിന്നും പോവുകയാണ്. പിറ്റേ ദിവസം വേലക്കാരിയാണ് ഭാസ്കരക്കാരനവരെ മരിച്ച നിലയിൽ കാണുന്നത്. മോഷണ ശ്രമത്തിന്റെ ഇടയിൽ ഭാസ്കരക്കാരനവരെ കൊന്നു എന്നുള്ള വാർത്ത ഇങ്ങനെ കാട്ടുതീ പോലെ പടരുന്നു. പോലീസ് സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന ഘട്ടത്തിൽ പോലീസിന് ആദ്യമുണ്ടാകുന്ന ചില സംശയങ്ങളിൽ ഒന്ന്, ഈ വീട്ടിലേക്ക് പുറത്തുനിന്ന് ഒരാൾ ഈ വീട്ടിൽ ആരുടെയെങ്കിലും സഹായമില്ലാതെ എങ്ങനെ പ്രവേശിക്കുമെന്നുള്ളതാണ്. ഒന്നാമത് ഈ മുൻഭാഗത്തെ ഡോറൊന്നും അങ്ങനെ തകർത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഷെറിൻ മറുപടി നൽകിയത് പിറകുവശത്ത് ഒരു സ്ലൈഡ് ജനാലയുണ്ട്, ആ ജനാലയ്ക്കിലൂടി ചിലപ്പോൾ കടന്നതാകാമെന്നാണ്.
അങ്ങനെ പക്ഷേ ആ ജനാലക്കിലേക്ക് എത്തണമെങ്കിൽ, രണ്ടാം നിലയിലെ ജനാലക്കത്തിലേക്ക് എത്തണമെങ്കിൽ ഒരു ഏണിയുടെ സഹായം വേണമായിരുന്നു. അവിടെ എവിടെയോ പൊടി പിടിച്ച് കിടന്ന ഒരു ഏണി ഏതായാലും അങ്ങനെ ഒരു ഉദ്യമത്തിന് കൊലയാളി അല്ലെങ്കിൽ കൊലയാളികൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് പോലീസ് കണ്ടെത്തുന്നു. രണ്ടാമത്തേത്, ഭാസ്കരക്കാരനവർ പൊന്നുപോലെ ഓമനിച്ച് വളർത്തിയിരുന്ന 2 പോമറേനിയൻ നായ്ക്കളായിരുന്നു. ഇങ്ങനെ അപരിചിതരായ ആര് വന്നാലും വളരെ അസ്വാഭാവികമായി കുരച്ചുകൊണ്ട് സമീപവാസികളുടെയൊക്കെ ശ്രദ്ധയാകർഷിക്കുന്ന ഈ നായ്ക്കൾ അന്ന് രാത്രിയിൽ കുരച്ചിട്ടേയില്ല എന്നുള്ളത് വീണ്ടും പോലീസിന്റെ സംശയം ബലപ്പെടുത്തുന്നു. അങ്ങനെയാണ് ഈ കൃത്യം നടന്ന് ഈ നവംബർ 9-ാം തീയതി കൃത്യം നടന്നുവെങ്കിൽ, നവംബർ 8-ാം തീയതി അർദ്ധരാത്രിയോടെ കൃത്യം നടന്നുവെങ്കിൽ നവംബർ 12-ാം തീയതിയോ 13-ാം തീയതിയോ ആകുമ്പോഴേക്കും ഷെറിൻ കുറ്റസമ്മതം നടത്തുകയാണ്. അതിനിടയിൽ ഷെറിന്റെ ഫോൺ കോൾ ഡീറ്റെയിൽസ് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 55 തവണ ആ കഴിഞ്ഞ മണിക്കൂറുകളിൽ, കൊലപാതകത്തിന് തൊട്ട് മുൻപും ശേഷവുമുള്ള മണിക്കൂറുകളിൽ ഷെറിൻ ഒരു നമ്പറിലേക്ക് വിളിച്ചിരുന്നു എന്നുള്ളതും പോലീസ് കണ്ടെത്തുന്നു. അങ്ങനെയാണ് 2-ാം പ്രതിയിലേക്ക്, കൊലപാതകത്തിന് നേതൃത്വം നൽകിയ ബാസിദ് അലിയിലേക്ക് എത്തുന്നത്. അതിനുശേഷവും കഥ അവിടെ എത്തി നിൽക്കുന്നു. അതിനുശേഷവും കാര്യങ്ങൾ നാടകീയമാണ്. ഒരിക്കൽ പോലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷ വിധിച്ച ശേഷം പോലും ഒരിക്കൽ പോലും ഷെറിൻ സമ്മതിച്ചിട്ടില്ല താനാണ് ഭാസ്കരക്കാരൻ അവരെ കൊന്നതെന്ന്. ഞാനെന്തിന് എന്റെ അച്ഛനെ കൊല്ലണമെന്നൊക്കെയുള്ള നിലയിലുള്ള പ്രതികരണങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ കോടതിയിൽ വെച്ച് ഒരു ഘട്ടത്തിൽ ബാസിദ് അലിയോട് പൊട്ടിത്തെറിക്കുന്ന ഷെറിനുണ്ട്, നീയാണ് എന്റെ ജീവിതം നശിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ അതിവേഗ കോടതിയിലാണ് ഇതിന്റെ വിചാരണ. 89-ാം ദിവസം ഈ കേസിന്റെ കുറ്റപത്രം കൊടുത്തു. ഈ കേസിന്റെ അന്വേഷണം ദ്രുതഗതിയിൽ നടന്ന അന്വേഷണമാണ്. 89-ാം ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം കൊടുത്തു. അതിനുശേഷം അതിവേഗ കോടതിയിൽ വിചാരണ പൂർത്തിയാകുന്നത് 7 മാസം കൊണ്ടാണ്. സംഭവം നടന്ന് 7 മാസം പൂർത്തിയാകുമ്പോൾ ഈ കേസിൽ ശിക്ഷ വിധിക്കുകയാണ്. ഷെറിന് 3 ജീവപര്യന്തം, അതുപോലെ കൂട്ടുപ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം. അങ്ങനെയാണ് ഷെറിൻ ആദ്യം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കും പിന്നീട് നെയ്യാറ്റിൻകര വനിതാ ജയിലിലേക്കും പോകുന്നു. കഥ അവിടെയും അതിനുശേഷവും ഷെറിന്റെ ജയിൽ ജീവിതവും വളരെയധികം നാടകീയമായ മുഹൂർത്തങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. നെയ്യാറ്റിൻകര ജയിലിൽ വെച്ച് മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള ഒരു ശേഷി അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സ്വാധീനം ഷെറിൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നിരന്തരമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഷെറിനെ ഒരു ഘട്ടത്തിൽ അവിടുത്തെ ജയിൽ അധികൃതർ ആ കാര്യം മനസ്സിലാക്കുന്നു. അങ്ങനെ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതിനെ തുടർന്ന് അവരെ വിയ്യൂർ ജയിലിലേക്ക് മാറ്റുന്നു, സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നു. അവിടെ വെച്ചാണ് വലിയ അതിനാടകീയമായ സംഭവം ഉണ്ടാകുന്നത്. കേരളത്തിൽ ഏതെങ്കിലും ഇത്തരത്തിൽ ജീവപര്യന്തം പ്രതികൾക്ക് ആർക്കെങ്കിലും വെയിൽ കൊള്ളാതിരിക്കാൻ ഒരു കുട അനുവദിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഷെറിനാണ്. ഷെറിന് ജയിൽ ഡോക്ടറാണ് ഈ കുട അനുവദിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അതും ആ സമയത്ത് ചർച്ചകളിലൊക്കെ നിറഞ്ഞ ഒരു കാര്യം. അതിനുശേഷം വീണ്ടും ജയിൽ ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും അവരെ ഒരിക്കൽ കൂടി കണ്ണൂർ ജയിലിലേക്ക് മാറ്റുന്നുണ്ട്. കണ്ണൂർ ജയിലിൽ നിന്ന് പിന്നീട് ഇതുപോലെ സ്വഭാവ ദൂഷ്യവും, കൃത്യമായി ജോലിക്ക് പോകില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ വീണ്ടും തിരുവനന്തപുരത്ത് വനിതാ ജയിലിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരികയാണ്. 3 ജയിൽ മാറ്റങ്ങളാണ് ഈ ഷെറിന്റെ 14 വർഷത്തിനിടെ ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ 14 വർഷം പൂർത്തിയാകുന്നതേ ഉള്ളൂ. 2010 ശിക്ഷ വിധിച്ച കേസ് നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ 2010 ജൂൺ 11 ശിക്ഷ വിധിച്ച കേസിൽ 14 വർഷം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ഇവർക്ക് ഈ ശിക്ഷയിൽ നിന്ന് വിടുതൽ നൽകാനുള്ള ഒരു തീരുമാനം, അതും മന്ത്രിസഭായോഗം കൈക്കൊള്ളുകയാണ്. ജയിൽ ഉപദേശക സമിതിയുടെ ഉപദേശത്തിന്റെയോ നിർദ്ദേശത്തിന്റെയോ ഒക്കെ അടിസ്ഥാനത്തിലെന്ന് പറയുമ്പോഴും മന്ത്രിസഭായോഗമാണ് ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളുന്നത് എന്നുകൂടി നമ്മൾ കാണുന്നു. അതേസമയം ഈ പരോൾ, ഇവർക്ക് അനുവദിച്ച് കിട്ടിയിട്ടുള്ള പരോളിനെ കുറിച്ചുള്ള കണക്ക് പറയുന്നത് 2 വർഷത്തിലധികമാണ്. ഈ 14 വർഷത്തെ ശിക്ഷയ്ക്ക് ഇടയിൽ 2 വർഷത്തോളം പരോളിൽ ഇറങ്ങി സുഖജീവിതം നയിച്ച ഒരു കഥാപാത്രമാണ് ഷെറിൻ. ഇവരെ കൂട്ടിക്കൊണ്ടുപോകാൻ ജയിലിലേക്ക് വരുന്നത്, പരോളിന് ഇറങ്ങുന്ന സമയത്ത് ജയിലിലേക്ക് വരുന്നത് വലിയ ആഡംബര കാറുകളൊക്കെയാണെന്നാണ് പറയുന്നത്. പരോൾ കഴിഞ്ഞ് ചിലപ്പോ 1-2 ദിവസമൊക്കെ കഴിഞ്ഞ് അമ്മായിയമ്മയുടെ വീട്ടിലോട്ട് ചെന്ന് കയറുന്ന പോലെയാണ് ഷെറിൻ തിരിച്ചു ചെന്നിരുന്നത് എന്നും പറയുന്നു. ജയിലധികൃതരൊന്നും അതിനെക്കുറിച്ചൊന്നും വലിയ പരാതിയൊന്നും പറഞ്ഞിരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള അത്യാഡംബരമായ ജീവിതം ഈ ഇടക്കാലത്ത്, ഈ പരോൾ കാലത്തൊക്കെ നയിച്ച ഷെറിൻ ഇനി പുറത്തേക്ക് ഇറങ്ങി വീണ്ടും തന്റെ അത്യാഡംബര ജീവിതം തുടരുകയാണ്. ശരിക്കും നമ്മൾ ചിലപ്പോൾ സിനിമയിലൊക്കെ ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ പ്രയാസമായ കഥയാണ്, അവിശ്വസനീയമായ കഥയാണെന്ന് പറഞ്ഞ് പ്രേക്ഷകർ തള്ളിക്കളയാൻ സാധ്യതയുള്ള
ഒത്തിരി മുഹൂർത്തങ്ങളുള്ള ഒരു കഥയാണ് ഷെറിന്റെ കഥ. അത്രയധികം സ്വാധീനം എവിടെ നിന്നാണ് ഷെറിന് വരുന്നത്? ഓരോ ജയിലുകളിൽ വലിയ വലിയ ഉന്നതരായ ജയിൽ ഉദ്യോഗസ്ഥർ, ജയിൽ ഡോക്ടർ അടക്കം ഷെറിനെ സംരക്ഷിക്കുന്നു. ഏറ്റവും ഒടുവിൽ സർക്കാർ സംവിധാനങ്ങൾ പോലും ഷെറിന് അനുകൂലമായി പ്രവർത്തിക്കുന്നു. ഷെറിന് ഈ ശിക്ഷയിൽ നിന്ന് ഇളവ് നൽകാൻ ഈ ഉദ്യോഗസ്ഥരും ഈ രാഷ്ട്രീയ പ്രമുഖരും ഒക്കെ മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എന്നൊക്കെ ഉള്ളത് ഈ കഥയെ വല്ലാത്ത തരത്തിൽ ഈ കഥയ്ക്ക് എരിയും പുളിയും ഒക്കെ നൽകുന്നുണ്ട്. അപ്പൊ എന്താണ് ഇത്രയധികം സ്വാധീനം ഷെറിൻ ഉണ്ടാക്കിയെടുക്കാനുള്ള കാരണം? എന്താണ് ഇതിന്റെയൊക്കെ മാനദണ്ഡം? അതായത് ഒന്ന് അയഞ്ഞു നിന്ന് കഴിഞ്ഞാൽ, വലിയ പിടിവാശിയൊന്നും കാണിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ, സൗകര്യങ്ങളൊക്കെ ജയിലിൽ കിട്ടും. വേണമെങ്കിൽ ഒരു കൊലപാതകമൊക്കെ നടത്തി, നേരത്തെ ഈ കഷായം കൊടുത്ത് കാമുകനെ കൊന്ന ഗ്രീഷ്മ പറഞ്ഞതുപോലെ, അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറഞ്ഞതുപോലെ, സാർ എനിക്ക് 14 വർഷം ശിക്ഷ കിട്ടിയേക്കും, പക്ഷെ എനിക്കിപ്പോ 22 വയസ്സാണ് പ്രായം, 22, 10, 32, 4, 36 വയസ്സ്, 36 വയസ്സിൽ ഞാൻ പുറത്തു വന്നു കഴിഞ്ഞാൽ എനിക്ക് സുഖമായി പിന്നീട് ജീവിക്കാമല്ലോ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ അങ്ങനെ ഒരു പെൺകുട്ടി ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറഞ്ഞതാണ്. അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ ഷെറിന്റെ കേസിലും സംഭവിക്കുന്നത്. ഷെറിൻ പുറത്തേക്ക് വരുമ്പോൾ അത് പ്രത്യേകിച്ചും ശിക്ഷയിൽ ഇളവ് കിട്ടുകയും ഈ 2 വർഷക്കാലം പരോളിൽ ഇറങ്ങി ആഡംബര ജീവിതം നയിക്കുകയും ഒക്കെ ചെയ്ത ഒരു പ്രതി, കൊലക്കേസിലെ പ്രതി, 1-ാം പ്രതി, 3 ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട പ്രതി, അങ്ങനെ ഒരു പ്രതി പുറത്തേക്ക് വരുമ്പോൾ, പൊതുസമൂഹത്തിലേക്ക് വരുമ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അത് നൽകുന്ന സന്ദേശം എന്താണ് എന്ന ഒരു ചോദ്യം കൂടിയുണ്ട് ഈ കഥയിൽ പ്രധാനമായും. കാരണം ഒരു സിവിലിയൻ, ഒരു പൗരനെതിരെ ഉണ്ടാകുന്ന കുറ്റകൃത്യം ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ച് സ്റ്റേറ്റിനെതിരെ ഉണ്ടാകുന്ന കുറ്റകൃത്യമാണ്. അതുകൊണ്ടാണ് പ്രോസിക്യൂഷൻ, സർക്കാർ തന്നെ അത്തരം കേസുകൾ വാദിക്കുന്നത്. അപ്പോ സർക്കാരിന് എതിരെ അത്രയും വലിയൊരു ക്രൈം ചെയ്ത ഒരു പൗരനെ കൊന്നുകളഞ്ഞ ഒരു സ്ത്രീക്ക് വേണ്ടി, ഒരു ക്രിമിനലിന് വേണ്ടി സർക്കാർ തന്നെ ഇടപെടുന്നു, ഇളവ് ചെയ്യാൻ സർക്കാർ തന്നെ ഒത്താശ ചെയ്യുന്നു എന്നുള്ളിടത്താണ് ഇവിടെയുള്ള വളരെ ഗൗരവതരമായ പ്രശ്നം. അതെന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളതും പിണറായി സർക്കാരിന്റെ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇവർക്ക് പരോൾ ലഭിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് 2 ടേമിലായി ഇവർക്ക് ലഭിച്ച പരോൾ ദിനങ്ങളുടെ എണ്ണത്തിൽ ഇത്രയധികം അവിശ്വസനീയമായ വർധനവ് എന്തുകൊണ്ടുണ്ടാകുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് 20ഉം 25ഉം വർഷം ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞ് മാരക രോഗങ്ങൾക്ക് അടിപ്പെട്ട് സഞ്ചരിക്കാൻ പോലും കഴിയാതെ, പ്രാഥമിക കൃത്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാതെ എത്രയോ പേർ ഇങ്ങനെ ജയിലുകളിൽ മോചനം കാത്ത് കഴിയുമ്പോഴാണ് ഷെറിന്റെ കേസിൽ ഇത്ര വലിയ വ്യഗ്രതയും ഇത്ര വലിയ ശുഷ്കാന്തിയും സർക്കാർ കാണിക്കുന്നത് എന്ന പരാതിയും ഇതിനകം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ സ്വാഭാവികമായും പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഉത്തരം നിങ്ങൾക്കും അഭിപ്രായങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുകയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് എന്ത് സന്ദേശമാണ് നൽകുന്നത്? നമ്മുടെ സമൂഹത്തിൽ ആർക്കും ഇവിടെ ഒരു സിവിലിയനെ കൊലപ്പെടുത്തിയ ശേഷം പിന്നെയും ജയിലിൽ ആഡംബര ജീവിതം നയിക്കാം, ജയിലിന് പുറത്തിറങ്ങിയും ആഡംബര ജീവിതം നയിക്കാം, അങ്ങനെ എന്തും സാധ്യമാകുന്ന ഒരു മനോഹരമായ നാടായി നമ്മുടെ നാട് മാറുന്നുണ്ടോ എന്നുള്ള സംശയമാണ് ഇവിടെ ഈ കഥയിലൂടെ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. സംഭവബഹുലമായ ഈ കഥയിലെ നാടകീയമായ മറ്റൊരു മുഹൂർത്തം വിട്ടുപോയത് ഈ ഷെറിന്റെ കാമുകന്മാരിൽ ഒരാൾ ഒരു സീരിയൽ നടനായിരുന്നു, പ്രമുഖനായ ഒരു സീരിയൽ താരമായിരുന്നു. അദ്ദേഹവും ഷെറിനുമൊത്തുള്ള ചിത്രങ്ങളൊക്കെ കോടതിയിൽ തെളിവായി വന്നിരുന്നു. ഷാനു റഷീദിന് ഷെറിൻ വാങ്ങിക്കൊടുത്ത സമ്മാനങ്ങൾ ഏതാണ്ട് 5 ലക്ഷം രൂപയോളം വിലയുള്ള സമ്മാനങ്ങളായിരുന്നു. അതിനുശേഷം ഇവർ തമ്മിലുള്ള ഈ പ്രണയം തെറ്റിയപ്പോ ഈ സമ്മാനങ്ങളൊക്കെ തിരിച്ചു ചോദിച്ചുകൊണ്ട് ഷെറിൻ നിരന്തരം ഷാനുവിനെ ശല്യപ്പെടുത്തി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഈ ഷാനുമൊത്താണോ എന്നറിയില്ല, ഒരു സീരിയൽ നടനും ഒത്ത് ഷെറിൻ ചെന്നൈയിലേക്കോ മൂന്നാറിലേക്കോ ഒക്കെ വിനോദയാത്ര പോയിരുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അതായത് ഒരു സിനിമാ സമാനമായ ഒരു ആഡംബര ജീവിതം, ഒരു വിനോദയാത്രയ്ക്ക് സമാനമായ ജീവിതമായിരുന്നു ഷെറിന്റേത് ഇതുവരെ എന്ന് പറഞ്ഞാലും അതിൽ അതിശയോക്തി ഉണ്ടാകില്ല. പത്തനാപുരം സ്വദേശിനിയായ ഷെറിനെ സംരക്ഷിക്കുന്നതും ഷെറിന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതും പത്തനാപുരത്തുകാരനായ ഒരു മന്ത്രിയാണ് എന്ന നിലയിലുള്ള ചർച്ചകളും ഇതിനകം സജീവമായിട്ടുണ്ട്. ഏതായാലും ഷെറിൻ കേസുമായി ബന്ധപ്പെട്ട് കാരണവർവത്ത കേസ് ഏതാണ്ട് അതിന്റെ ക്ലൈമാക്സും കഴിഞ്ഞു നിൽക്കുന്നു. അതേസമയം ഷെറിന്റെ കേസ്, ഷെറിന്റെ ജീവിതം അത് സംഭ്രമജനകമാണ്, അത് വിസ്മയിപ്പിക്കുന്നതാണ്. അതിന്റെ വരാനിരിക്കുന്ന മുഹൂർത്തങ്ങൾക്ക് വേണ്ടി കേരളത്തിന്റെ കാത്തിരിപ്പും ജിജ്ഞാസയോടെ തന്നെയാണ്.